പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ മറ്റു താമസക്കാരുണ്ടായിരുന്നു, ബാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു. നേരത്തെ കേസുകളുണ്ടായിട്ടില്ല, പക്ഷെ അയാൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. ചേലമ്പ്ര കേന്ദ്രീകരിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ MDMA വിൽക്കുന്ന ഒരു രഹസ്യവിവരം ഉണ്ടായിരുന്നു. അത് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഇൻസ്പെക്ടർ ഷിജുമോൻ, അതുപോലെ തന്നെ ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് CI നൌഫൽ, ഇൻസ്പെക്ടർ ജയേഷ് കുമാർ, മറ്റു പാർട്ടിയെല്ലാം ചേർന്നിട്ട് നമ്മൾ ചേലമ്പ്ര ഭാഗത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് ഹാഷിഖ് എന്ന് പറയുന്ന ഒരു 28 വയസ്സുള്ള പയ്യൻ, അവൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടാണ്. ഒപ്പം തന്നെ ഇപ്പം മറ്റ് ജോലികൾക്ക് വേണ്ടി പോകുന്നു. അയാളുടെ വീടിന്റെ ഉള്ളിൽ നിന്നും ഒപ്പം തന്നെ ഒരു കാറ് ബന്ധപ്പെട്ടു ഈ കേസിലേക്ക് കാറ് തോണ്ടിയായിട്ട് എടുത്തിട്ടുണ്ട്. മൊത്തം 525 ഗ്രാം MDMA. അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസാണ്. 20 വർഷം ശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വരുന്ന കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഒഫൻസാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി തുടരന്വേഷണം കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസ് അന്വേഷിക്കുന്നത് ബന്ധപ്പെട്ട ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ CBI ആണ്. DC നിലയ്ക്ക് മേൽനോട്ടം ഞാൻ വഹിക്കും. അപ്പോൾ ഇനി കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ മറ്റ് അറസ്റ്റും കാര്യങ്ങളും സബ്സിക്വന്റ് ആയിട്ട് ചെയ്യേണ്ട സാഹചര്യം. പ്രതി താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നാണ് നമുക്ക് കേസ് കിട്ടിയത്. പ്രതിനെ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. സ്വദേശം ചേലമ്പ്ര തന്നെയാണ്, യൂണിവേഴ്സിറ്റി. 525 ഗ്രാം. ഹാഷിഖ് CC, ഹാഷിഖ് സൺ ഓഫ് അബ്ദുള്ള കോയ, ചേലമ്പ്ര ചെട്ടിയാട്ടിൽ വീട്. ഈ കാറ് ഡിയാന്റെ പേര് തന്നെയാണ്. ഡിയാൻ RC ഓണർ അദ്ദേഹം തന്നെയാണ്. അന്വേഷണത്തിലിപ്പോൾ അതാണ് വെളിയോ വന്ന വസ്തുത. ഒരു 15 ലക്ഷം രൂപ ഉണ്ടാവും. ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൂടുതൽ വരും. തൽക്കാലം നമുക്ക് കണ്ണൂർ ബന്ധപ്പെട്ട ഒരു വിലാസമാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി നമുക്ക് അന്വേഷണത്തിൽ പറയാൻ പറ്റുള്ളൂ. ഇല്ല, അതിപ്പോ നമ്മളങ്ങനെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ് ഇതിന്റെ ഉപഭോക്താക്കൾ ഇപ്പോൾ പറയാറായിട്ടില്ല. 27 വയസ്സുണ്ട്. കേസെടുക്കുന്ന സമയം പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ മറ്റു താമസക്കാരുണ്ടായിരുന്നു, ബാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു. നേരത്തെ കേസുകളുണ്ടായിട്ടില്ല, പക്ഷെ അയാൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അല്ല, നമ്മൾ നാർക്കോട്ടിക് കേസുകളിൽ തുടരന്വേഷണത്തിൽ നമുക്ക് കൊടുത്ത ആളുകളെ കോൺസ്പിറസി ബന്ധപ്പെട്ടും കുറച്ചും കൂടി സബ്സിക്വന്റ് അറസ്റ്റുകളുണ്ടാവും. അതിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. ഇല്ല, വേറെ ഫോൺ നമ്പർ 2 ലക്ഷം രൂപ തൊണ്ടിമണി കിട്ടിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ പിടിച്ചിട്ടുണ്ട്. കാറ് സിലേരിയോ മാരുതി. ഈ പണം വിറ്റതാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ തൊണ്ടിയായിട്ട് പിടിച്ചിട്ടുള്ളത്. എന്ന് പറയാൻ പറ്റില്ല. കൺഫെഷൻ ഉണ്ട്, നമ്മളെ പ്രതിയുടെ കൺഫെഷന്റെ അഡ്മിസിബിലിറ്റി പ്രശ്നമാണ്. അതുകൊണ്ട് ഞാനതിപ്പോൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നില്ല. സ്വാഭാവികമായിട്ട് റാക്കറ്റുണ്ട്. ഇത്ര കൂടിയ അളവിൽ എക്സൈസ് പോലീസിന് ശേഷം പിടിക്കുന്ന, സമീപകാലത്ത് പിടിക്കുന്ന ഏറ്റവും വലിയൊരു വേട്ടയാണ്. 1/2 കിലോ മുകളിൽ വരുന്നുള്ള എന്റെ പ്രത്യേകത. ഇല്ല, ഇത് നമുക്ക് ഇദ്ദേഹമാണെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾ പലരും സംശയിച്ചിരുന്നതാണ്. അതെ, അതിൽ കേസായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല. അല്ല, ആള് ഡ്രോപ്പ് ഔട്ടാണ്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അയാൾ വണ്ടി പ്രസ്ഥാനമായിട്ടുള്ള ജീവിതമാണെന്നാണ് കേട്ടത്. ഞങ്ങളോട് മൊഴിയതാണ്. പുള്ളി ബസ് ഓടിക്കുന്നു. ഈ ബസ്സിൽ ഷെയറുണ്ടോ, മറ്റ് സാമ്പത്തിക കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് നാർക്കോട്ടിക് ബിസിനസ്സിലൂടെ എന്തെങ്കിലും അമാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സിക്വന്റ് റിക്കവറി മറ്റു കാര്യങ്ങളുണ്ടാവും. അതിപ്പോൾ ഘട്ടത്തിൽ പറയുന്നില്ല. ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്. കോൾ ഡീറ്റെയിൽസ് നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റും. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കാരണം അറസ്റ്റ് 24 hours ഹാജരാക്കണം. ടൈം ഓഫ് അറസ്റ്റ് നോക്കുമ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കും.
പേപ്പേഴ്സ് തയ്യാറായി.